ഇവരുടെ വന്നില്ലല്ലോ നമുക്ക് പ്രയാസം അനുഭവിക്കേണ്ടതില്ല. തീക്ഷ്ണമായി അവസാനം വരെ ഭാഗ്യങ്ങളുടെ കലമുറയിൽ ചെന്ന് കമിഴ്ന്നിരിക്കാമല്ലോ. അതുകൊണ്ട് നിഷ്ഠയോടുകൂടി ഈ കാര്യത്തിൽ മുൻപോട്ട് പോകുന്നതിന് നമുക്ക് സാധിക്കട്ടെ. സ്നേഹബുദ്ധിയ പിതാവിൻ്റെ അവർ നമ്മെ സ്നേഹിക്കുന്നു, അവർ നമ്മളെ കരുതുന്നു, ബഹുമാനിക്കുന്നു. അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങുക. ആ സ്വീകരണത്തിൻ്റെ പൊലിമയിൽ തീർത്ഥാടന പദയാത്രയുടെ ആത്മീയത നമ്മിൽ നിന്ന് ചോർന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഈ റാന്നി പെരുന്നാട്ടിൽ നിന്ന് നടത്തുന്ന തീർത്ഥാടനം പദയാത്രകളിലാണ് ദയവായിട്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക. ആചാര്യന്മാരും മഹിമയനിൽ നയവാന്മാരും നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസണ്ടാവേദിനയോർത്ത് ശുചിയോട് ശുദ്ധ്യാപസ്തുതിശ സ്പർശിച്ചുള്ള പാദങ്ങൾ നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിന്റെ അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ യോഗ്യരായി തീരണമേ. തൻ്റെ സൃഷ്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവദാസന്മാരായി രൂപപ്പെടുത്തുകയും ധന്യനായി ഉയർത്തുകയും വാഴ്ത്തപ്പെട്ടവരായി മുദ്രകുത്തുകയും വിശുദ്ധരെന്ന് വിളിക്കുവാൻ സഭയെ നിയോഗിക്കുകയും ചെയ്തവനായ കർത്താവിന് സ്തുതി. അവൻ തന്റെ ദാസനത്തിന്റെ തിരുശരീരത്താലും തിരുരക്തത്താലും രക്ഷയിലേക്ക് ആനയിക്കുകയും ദൈവമായ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. അവരുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നവർക്ക് കൃപയുടെ നേർച്ച അവിടുന്ന് ഒരുക്കി കൊടുക്കുന്നു. എന്റെ ദാസനും വിശ്വാസത്തിൽ ഞങ്ങളുടെ പിതാവുമായി ധന്യന്മാർ ഈവാനിയോസ് തിരുമേനിയുടെ ഈ ഓർമ്മ പെരുന്നാളിലും എല്ലാ കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തെ യോഗ്യമാക്കുന്നു. കുലകും യൗമോ സ്വതുകാല പരിശുദ്ധ സഭയെ നീ നിന്റെ മണവാട്ടിയാക്കി തീർത്തു. നിന്റെ വിശുദ്ധ സഭയിലേക്ക് അനേകരെ നീ വിളിച്ച് വേർതിരിച്ചു. അവരുടെ മഹത്വത്തിനായി കാലോചിതമാംവിധം ദിവ്യന്മാരെയും സ്നേഹിന്മാരെയും സഹതന്മാരെയും മൗദ്യാന്മാരെയും മൽപ്പാന്മാരെയും നീ നൽകി. ഉചിതമാംവിധം നിന്നെ ശുശ്രൂഷിച്ചവർക്കായി സ്വർഗീയ കീടങ്ങൾ നീ മെനഞ്ഞു. ഇവരുടെ സുഹൃത ജീവിതത്താൽ സഭയെ നീ അലങ്കരിച്ചു. ഇവരുടെ മധ്യസ്ഥം ജനപദങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും നൽകി. ഇവരുടെ ചുവടുള്ള വിശ്വാസത്തെ പിൻപറ്റുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ
പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നതെന്നാൽ പരിശുദ്ധ സഭയുടെ അലങ്കാരത്തിനും നവോത്ഥാനത്തിനും നീ ഒരുക്കിയ ധന്യന്മാർ ഇവാനിയോസിനെ ഞങ്ങൾക്ക് മധ്യസ്ഥനായി തരണമേ. എന്റെ ഈ ശ്രേഷ്ഠാചാര്യത്വമ കാര്യ വിചാരിപ്പുകാരനും നിന്റെ മുന്തിരിത്തോട്ടത്തിൽ നല്ല വേലക്കാരനും ആടുകൾക്ക് ജീവൻ നൽകിയ നല്ല ഇടയനും ജ്ഞാനമുള്ള ഭരണകർത്താവും ആയിരുന്നല്ലോ. ഒരിടയനും ഒരു തഴുത്തുമെന്നുള്ള നിന്റെ ദിവ്യാഹ്വാനം നിന്റെ ദാസനെ നിയോഗമായി നീ ഏൽപ്പിച്ചു. അതിനാൽ കർത്താവേ, ഞങ്ങളുടെ വന്യപിതാവിന്റെ നാമം പരിശുദ്ധന്മാരുടെ ഗണത്തിൽ ചേർക്കണമേ. ത്രോണോസിന്മേൽ നിന്റെ ദാസൻ ബഹുമാനിക്കപ്പെടുവാനിടയാകണമേ. കർത്താവേ, നിന്റെ സഭയിൽ ഐക്യത്താൽ പരിപോഷിപ്പിക്കണമേ. അവളെ നീ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ എല്ലാ മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും സന്യസ്തരെയും വിശ്വാസികളേവരെയും സ്വർഗീയ ജെറുസലേമിൽ ഓർമ്മിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കട്ടെ. ഞങ്ങളെല്ലാവരും അനുഗ്രഹിതരാകുന്നു. ഈ പദയാത്രയെ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ഇതിൽ സംബന്ധിക്കുന്നവർ ദൈവങ്ങൾ തിരുസന്നിധികൾ സ്വീകരിക്കപ്പെടുമാറാകട്ടെ. ഈ ദേശവും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, കുറവുള്ളതും ബലഹീനവുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരണമേ. ഒരു സാധാരണ വീട്ടിൽ നിന്നും കടന്നു വന്ന് മത്സരിച്ച എനിക്ക് 50 വർഷക്കാലത്തിന് ശേഷം ഈ നിയോജക മണ്ഡലത്തിൽ വിജയിക്കുവാൻ വേണ്ടി സാധിച്ചു. തീർച്ചയായും ഞാനിവിടെ വരുമ്പോൾ ജോസ് കിഴക്കേടെ തച്ചൻ പിതൃതുല്യ വാത്സല്യത്തോടുകൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ പിന്തുണയ്ക്കുകയും മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിനോടുള്ള നന്ദിയും കടപ്പാടും നന്ദി വാക്കിലല്ല, എൻ്റെ നാളെയുടെ പ്രവൃത്തിയിലൂടെ ഈ പള്ളിയിലെ സ്ഥാപനത്തിൻ്റെ എല്ലാവിധമായ മുന്നോട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾക്കും ഈ എളിയവൻ കൂടി ഉണ്ടാകുമെന്നുള്ള ഈ പുണ്യമായ ഇടത്തിൽ നിന്നുള്ള എൻ്റെ ഹൃദയത്തിൽ തട്ടിയ വാക്കും ഉറപ്പും നൽകുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നിങ്ങളെ കണ്ടതിലുള്ള എൻ്റെ അമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ, നിങ്ങളെ എല്ലാവരെയും കണ്ടതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഞാൻ വളരെ ധന്യനായ ഒരു സാഹചര്യമാണ്, മുഹൂർത്തമാണ് ഇപ്പോൾ ഉള്ളത്. എന്നെ കൂടെ ക്ഷണിച്ചതിലുള്ള നന്ദി. ജോസ് കിഴക്കേടെ തച്ചന് എനിക്ക് എന്നോട് എപ്പോഴും സ്നേഹവും വാത്സല്യവും നൽകുന്ന അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിക്കുന്നു.